ഡോർ വലിച്ചടച്ചുകൊണ്ട് റയാൻ ഷുമർത്തേക്ക് നടന്നു. അവന്റെ ചാടി പിടിച്ചുള്ള വരവും മുഖഭാവവും കണ്ടപ്പോൾ വല്യച്ഛനും വല്യമ്മയും ഇരുന്നിരുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റു. കുറച്ചു നേരം മുറ്റത്ത് നിന്നിട്ടും ഇവരെ കാണുന്നത് വന്നപ്പോൾ അവർ സീറ്റോട്ടിലെ ചെയറിലേക്ക് കയറിയിരുന്നതാണ്. ഇനിയുണ്ടോ ഇതുപോലെ കുടുംബത്തിൽ വേറെ വല്ല ആലോചനകളും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം പോയി കണ്ടുവരാനാ. ഇടയ്ക്കിടയ്ക്ക് പോയി പെണ്ണ് കണ്ട് സമയം കളയാൻ എന്റെ കയ്യിൽ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഇട്ടിരുന്ന ഷൂ അഴിച്ചു മാറ്റി സ്റ്റെപ്പ് കയറുമ്പോൾ റേൻഷ് അവിടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിന്റെ കയ്യിൽ സമയം ഇല്ലെങ്കിൽ നീ വരണ്ട, ഞങ്ങൾ പോയി കണ്ടോളാം. അവന്റെ സംസാരം കേട്ട് ദേഷ്യം വന്ന വല്ലച്ചൻ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ലച്ചു പേടിയോടെ അവരെ നോക്കി അവർക്ക് അടുത്തേക്ക് നടന്നു. ഹരി തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിലെ പൊടിയും തട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ആ, നിങ്ങൾ പോയി കണ്ടിട്ട് ഇവനെ പിടിച്ച് വിറ്റിട്ട് വരാനല്ലേ. ഇന്ന് ഞാൻ വന്നില്ലെങ്കിൽ അവരുടെയൊക്കെ ഓസ്കർ അഭിനയം കണ്ട് നിങ്ങളൊക്കെ അതിൽ വീണ് ഉരുണ്ട് കല്യാണം കഴിപ്പിച്ചു വന്നേനെ. റയൻഷ് പല്ല് കടിച്ചുകൊണ്ട് പറയുമ്പോൾ വല്യച്ഛൻ ഹരിയെ നോക്കി. ലച്ചു പതിയെ സ്റ്റെപ്പ് കയറി പൂട്ടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവർ ഒന്നും രണ്ടും പറഞ്ഞു നിൽക്കുന്നൊന്നും കേൾക്കാനും കാണാനും താല്പര്യമില്ലാത്തത് കൊണ്ട്, ഹരി, ആ കുട്ടിയുടെ നീ ഇഷ്ടമില്ലെന്ന് പറഞ്ഞോ? ഹരി നോക്കി വല്യമ്മ ചോദിച്ചതും ചൂണ്ടുവിരലാൽ പൊടി തട്ടിക്കൊണ്ട് അവൻ അവരെ നോക്കി തല കുലുക്കി. ശേഷം അവിടെ അടുത്തേക്ക് നടന്നു വന്നു. ആ കുട്ടിക്ക് നീ എന്ത് കുറ്റമാണ് കണ്ടത്? എന്ത് കുറ്റമാണ് ഇല്ലാത്തത്? വല്യച്ഛന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തത് റയാൻഷാണ്. അദ്ദേഹം റയാൻഷിനെ കടുപ്പിച്ചു നോക്കി. അതിലും വലിയൊരു നോട്ടം തിരിച്ചും കിട്ടി. നീ അകത്തേക്ക് പോയി, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ഹരി റയാൻഷിന്റെ തോൾ തട്ടി മുന്നിലേക്ക് ഒരൽപ്പം തള്ളിക്കൊണ്ട് പറഞ്ഞതും റയാൻഷ് അവരെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഹരി, ആ കുട്ടിയിൽ ഇഷ്ടപ്പെടാത്ത എന്താ നീ കണ്ടത്? നിന്റെ ഇഷ്ടങ്ങളും സങ്കല്പങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയല്ലേ? ഇറങ്ങാൻ നേരം നിത്യ പറഞ്ഞൊന്നും വലിയ കാര്യമാക്കാതെ വല്യമ്മ ഹരിയെ നോക്കി ചോദിച്ചു. എനിക്കങ്ങനെ തോന്നിയില്ല വല്യമ്മേ. സാരി ഉടുക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ മുഖത്തേക്ക് നോക്കിയാൽ ആർക്കെങ്കിലും ഇഷ്ടമാകും വല്യമ്മേ? അമ്മാതിരി മേക്കപ്പല്ലേ. ഇപ്പം മേക്കപ്പ് ചെയ്യാത്ത കുട്ടികളൊന്നും ഇല്ല ഹരി. അതൊക്കെ പെൺകുട്ടികളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. അതില്ലാത്ത പെൺകുട്ടികളെ നീ കെട്ടുവെന്ന് പറഞ്ഞിരുന്നാൽ ഈ ജന്മം നിനക്ക് പെണ്ണ് കെട്ടില്ല. വല്യമ്മ പറയുമ്പോൾ ഹരി ചെയറിലേക്ക് ഇരുന്നു. ഒരു പെണ്ണ് കാണല് കൊണ്ട് ഇത്രയൊക്കെ പുലിവാൽ ഉണ്ടാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പോകുന്നു, കാണുന്നു, ഇഷ്ടപ്പെടൽ നടക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടങ്ങുന്നു. അതിന്റെ പേരിൽ ഇപ്പോൾ ആകെ മൊത്തം വാക്കുതർക്കമായി. മേക്കപ്പ് ചെയ്യാത്ത കുട്ടികളെ എനിക്ക് വേണ്ടെന്നല്ല വല്യമ്മ ഞാൻ പറഞ്ഞത്. മേക്കപ്പ് ചെയ്യുന്നതിന് ഒരു മര്യാദയില്ലേ? എന്തോന്നാ ആ മുഖം കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇനി അത് പോട്ടെ, സാരി ഉടുക്കാൻ അറിയില്ലെങ്കിൽ, ഉടുത്തു നടക്കാൻ അറിയില്ലെങ്കിൽ ആ വേഷം കെട്ടൽ വേണ്ടിയിരുന്നില്ല. എനിക്കതാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും ആ കുട്ടി അങ്ങനെ നടക്കുവോ? ഇല്ലല്ലോ. ആ കുട്ടി അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങനെ നടക്കൂ. എനിക്ക് വേണ്ടി ചെയ്തതാണ്. ആ ദാമ്പത്യത്തിൽ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? പിന്നെ കാണുന്നത് പോലെ അത്ര വിനയും നിഷ്കളങ്കതയൊന്നും ഉള്ള ആളല്ല. വാ തുറന്നാ പോയി. എല്ലാം അഭിനയമാണ്. അതൊക്കെ അറിഞ്ഞു വെച്ച് സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല വല്യമ്മേ. എന്നെയും എന്റെ ലച്ചുവിനെയും മനസ്സറിഞ്ഞ് ഒരുപോലെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കിടയിൽ റയൻഷ് നിൽക്കുന്ന പോലെ ഒരു പങ്കാളിയാണ് എനിക്ക് വേണ്ടത്. അതിന് ആ കുട്ടിക്ക് കഴിയില്ല. പിന്നെ എന്തിനാണ് വെറുതെ? അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഹരി സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുമ്പോൾ വല്യച്ഛനും വല്യമ്മയും പരസ്പരം ഒന്ന് നോക്കി. നിനക്ക് ഈ തീരുമാനം തന്നെയാണെങ്കിൽ ഞങ്ങളെന്ത് പറയാനാ? നിർബന്ധിച്ചയക്കാൻ ഞങ്ങൾ ആളല്ല. ജീവിതകാലം മുഴുവനും ആ കുട്ടിയുമായി ജീവിക്കേണ്ടത് നീയാണ്. ഞങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം പറയുന്നത് പോലെ നോക്കിന്ന് അഭിപ്രായം പറയാനേ പറ്റും. ലച്ചുവിന്റെ അനുഭവം തന്നെ കണ്ടില്ലേ? അവൾക്കെന്താ കുഴപ്പം? വല്യച്ഛൻ അവസാനം പറഞ്ഞ് ഡയലോഗ് പിടിക്കാതെ ഹരി ചോദിച്ചു. അവൾക്കെന്താ കുഴപ്പമില്ലാത്തത്? അന്ന് അത്രയും പ്രശ്നമുണ്ടായപ്പോ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. ഇതുപോലെ ഒരു അഹങ്കാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. റയാൻഷിനാണ് വല്യച്ഛൻ അങ്ങനെ പറഞ്ഞത് മനസ്സിലായപ്പോൾ ഹരിയുടെ മുഖം മാറി. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ ലോകത്ത് ഹരിക്ക് പ്രിയപ്പെട്ടവരിൽ ആദ്യത്തെ ചുരുക്കം പേരുകളിലൊന്ന് റയാൻഷ് എന്ന പേരാണ്. വല്യച്ഛൻ അങ്ങനെ പറയരുത്. നമ്മളോട് പെരുമാറുന്നത് പോലെയാണ് അവർ ലച്ചുവിനോട് പെരുമാറുന്നെന്ന് കരുതരുത്. ഞാൻ കാണുന്നതാണ് അവർ തമ്മിലുള്ള സ്നേഹം. അതുകൊണ്ട് ഈ വിഷയത്തിൽ അവരെ പറയണ്ട, അവനെ തീരെ പറയണ്ട. ഒരു പ്രശ്നം വരുമ്പോൾ മുന്നും പിന്നും നോക്കാതെ ഇടപെടുന്നത് അവന്റെ സ്വഭാവമാണ്. അവൻ ചെയ്യുന്നതിലും പറയുന്നതിലും ഞാൻ ഇന്ന് വരെ ഒരു തെറ്റും കണ്ടിട്ടില്ല. ഹരി പറഞ്ഞിട്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റു. വല്യച്ഛനും വല്യമ്മയും അവനെ നോക്കി. എന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾ ഇറങ്ങാം. അവർക്ക് വിളിച്ചിട്ട് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറയാം അല്ലേ? ആ ചോദ്യത്തിന് മൂളിക്കൊണ്ട് ഹരി അകത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു. ഹാളിലേക്ക് നടന്നതും സെറ്റിലിരിക്കുന്ന ലച്ചുവിലേക്കും അവളുടെ മടിയിൽ കിടക്കുന്ന റയാൻഷിലേക്കും ഹരിയുടെ കണ്ണുകൾ പതിഞ്ഞു. നിങ്ങളൊന്ന് പോകുന്നില്ലേ? അവരെ നോക്കി ചോദിച്ചുകൊണ്ട് ഹരി അവിടെ ഓപ്പോസിറ്റ് സെറ്റിയിലേക്ക് ഇരുന്നു. ഞങ്ങൾ പോവാഞ്ഞിട്ട് നിനക്കെന്താ? റയാൻഷ ഹരിയെ നോക്കി ചോദിച്ചു. ഹരി റയാൻഷിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കി. നാളെ ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ പോവാം. ഇന്നിനിപ്പോ പോവാനൊരു മോടില്ല.
ലച്ചു പറയുമ്പോൾ ഹരി ഒരു ചിരിയോടെ തല കുലുക്കി മുകളിലേക്ക് നടന്നു. ഹരി കണ്ണിൽ നിന്നും മറിഞ്ഞതും റയാൻ ലച്ചുവിന്റെ സാരി മാറ്റി അവളുടെ വയറിലേക്ക് മുഖം അമർത്തി. പ്രതീക്ഷിക്കാതെ അവന്റെ ചുണ്ടും താടിയും മീശയുമൊക്കെ അവിടെ കുത്തിക്കേറിയപ്പോൾ ലച്ചു ഒന്ന് പിടഞ്ഞു. ആ പിടച്ചിൽ അവന്റെ ഉമ്മീന്നിരുന്ന നനവ് അവിടെ അറിഞ്ഞപ്പോൾ നിന്നും റയാൻഷിന്റെ പുറത്ത് അള്ളി പിടിച്ചുകൊണ്ട് ലച്ചു സെറ്റിയിലേക്ക് വളഞ്ഞു. നാവ് കൊണ്ട് അവൻ ആഴം അളക്കുമ്പോൾ ലച്ചു അവന്റെ തലമുടിയിൽ ശക്തിയിൽ അമർത്തി പിടിച്ചു. മതി പറയുന്നതിനൊപ്പം അവനെ തള്ളി മാറ്റി ലച്ചു സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു. വാതിലടിച്ച് ലോക്കാക്കി റയാൻഷ് മുകളിലേക്ക് നടന്നു. അപ്പോഴേക്കും ചുറ്റും ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്നകത്തേക്ക് കയറി ഡോർ ലോക്കാക്കി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരി അഴിക്കുന്ന ലച്ചുവിനെ പൊക്കിയെടുത്ത് ബെഡിലേക്കിട്ട ശേഷം അവൻ അവളുടെ മുകളിലേക്ക് അമർന്നു കിടന്നു. ഞാനാകെ സങ്കടത്തിലാണ് കിച്ചുവേട്ട. അവന്റെ താഴ്ന്നു വരുന്ന മുഖം തള്ളിക്കൊണ്ട് ലച്ചു പറഞ്ഞു. റയാൻഷ് അവളുടെ കൈ ഒതുക്കി വെച്ചു. എന്നാ ഞാനാകെ സന്തോഷത്തിലാണ്. അതും പറഞ്ഞിട്ട് അവനവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടിനെ മുട്ടിച്ചു. ഏട്ടൻ ഇറങ്ങുന്നില്ലേ? പിറ്റേന്ന് വൈകിട്ട് ഓഫീസിൽ നിന്നും നേരെ ലച്ചുവിനെ റയാൻഷിന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് ഹരി. കാറിൽ നിന്നും ഇറങ്ങാതെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുന്ന ഹരിയെ നോക്കി ലച്ചു ചോദിച്ചു. ഹരി വേണോ വേണ്ടെന്ന ചിന്തയുടെ കാറിൽ നിന്നും ഇറങ്ങി. വലിയ മുഖമൊന്നുമില്ല. ലച്ചു അകത്തേക്ക് നടക്കുന്നതിന്റെ പിന്നാലെ അവനും നടന്നു. കിച്ചു വന്നില്ലേ മോളെ? ഇല്ല മുത്തശ്ശി, വരാൻ വൈകുമെന്ന് പറഞ്ഞു. ഹാളിലിരിക്കുന്ന മുത്തശ്ശിക്ക് ഒരു ചിരിയുടെ മറുപടി കൊടുത്ത ശേഷം അവൾ ഹരിയോട് ഇരിക്കാൻ പറഞ്ഞു. അവൻ ഇരിക്കാതെ വാതിൽക്ക് തന്നെ നിന്നു. ആ, ഹരിയുടെ കൂടെയാണോ വന്നത്? വാ ഹരി, അകത്തേക്ക് കയറി വാ. വാതിൽക്കൽ നിൽക്കുന്ന ഹരിയെ കണ്ട മുത്തശ്ശി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഹരി ലച്ചുവിനെ നോക്കി സെറ്റിയിലേക്ക് ഇരുന്നപ്പോൾ അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? കുട്ടിയെ ഇഷ്ടായോ? മുത്തശ്ശി ചോദിച്ചതും ഹരി ഒന്ന് ചിരിച്ചു. ശേഷം ഇല്ലെന്ന് തലയാട്ടി. അതൊന്നും നടന്നില്ല മുത്തശ്ശി, എനിക്ക് കുട്ടിയെ ഇഷ്ടമായില്ല. അതെന്താ, നല്ല കുട്ടിയാണെന്നാണല്ലോ സുഭദ്ര പറഞ്ഞത്. എനിക്ക് അത്ര നല്ല കുട്ടികളൊന്നും വേണ്ട മുത്തശ്ശി, അതൊന്നും നടക്കില്ല. ചിരിയുടെ അവൻ പറയുമ്പോൾ ആ ചിരി മുത്തശ്ശിയിലേക്കും പടർന്നു. എന്റെ ആങ്ങളുടെ ഒരു പേരക്കുട്ടിയുണ്ട്, ഹോമിയോ ഡോക്ടറാണ് ആള്. നല്ല സുന്ദരി കുട്ടി. ആ വഴിന്ന് നമുക്ക് ആലോചിച്ചാലോ? ഞാൻ പറയാം. അർത്ഥം കുറച്ച് വേണ്ടെന്ന് പറയാൻ കഴിയാതെ അവൻ ആ വാക്കിൽ നിർത്തി. അവിടെ മുഖത്ത് നോക്കി. ഈ ഒരൊറ്റ പെണ്ണ് കണ്ണിൽ എനിക്ക് മടുത്തോന്ന് പറയാൻ കഴിയോ? അതുകൊണ്ട് മാത്രം അവൻ ആ വാക്കിൽ പറയാനുള്ളത് പറഞ്ഞു നിർത്തി. ആ, ആരിത്? ശ്രീലക്ഷ്മിയുടെ ചേട്ടനല്ലേ? അങ്ങോട്ട് വന്ന അപ്പച്ചി പറയുമ്പോൾ ഹരി അവരെ നിന്ന് നോക്കി. ആ വാക്കിൽ ഒരാക്കലും ലച്ചുവിനുള്ള അകൽച്ചയും നല്ല രീതിയിലുണ്ടായിരുന്നു. ഹരി ഒന്നും മിണ്ടിയില്ല. കല്യാണം കഴിക്കാൻ പോവാണല്ലേ? പെണ്ണ് കാണാനൊക്കെ പറയുന്നത് കേട്ടു. ചോദിച്ചുകൊണ്ടവർ മുത്തശ്ശിയുടെ അടുത്തേക്കിരുന്നു. ഹരി ഒന്ന് ദീർഘമായി ശ്വാസം വലിച്ചു വിട്ടു. പെണ്ണ് കാണാൻ പോയത് ഇനി ആരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടോ എന്നാണ് അവൻ ചിന്തിച്ചത്. ഇന്നലെ പോയത് ശരിയായോ? ഇല്ല, അത് വേണ്ടെന്ന് വെച്ചു. ഹരി സെറ്റിലേക്കൊന്ന് നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. അതെന്താ? പെണ്ണ് വീട്ടുകാർക്ക് പറ്റിയില്ലേ? സൗന്ദര്യവും പണവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. വീട്ടിൽ നീ ഒറ്റയ്ക്കല്ലേ? അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തൊരു വീട്ടിലേക്ക് നല്ല ബന്ധത്തിൽ നിന്ന് ആരെങ്കിലും പെൺകുട്ടികളെ കെട്ടിച്ചു വിടുവോ? അപ്പച്ചി, അവർ പറഞ്ഞു നിർത്തിയതും സ്റ്റെയർ ഭാഗത്തുനിന്ന് റോഷനിയുടെ ശബ്ദം മുഴങ്ങി. ഹരിക്കൊപ്പം മുത്തശ്ശിയും അപ്പച്ചിയും അടുക്കളയിൽ നിന്നും ഹരിക്കുള്ള കോഫി കൊണ്ടുവന്ന ലച്ചുവും ലച്ചുവിന്റെ പിന്നാലെ വന്ന സുഭദ്രയും എല്ലാവരും ഒരുപോലെ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി. അപ്പച്ചിക്ക് ഇത്ര പൊള്ളാൻ അപ്പച്ചിയുടെ മോളെ ഒന്നും പെണ്ണ് ചോദിച്ചു വന്നിട്ടില്ലല്ലോ, ഉണ്ടോ? സ്റ്റെപ്പ് ഇറങ്ങി അവിടെ അടുത്തേക്ക് വരുമ്പോൾ റോഷ്നി അപ്പച്ചിയെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. പിന്നെ എന്റെ മോളെ ചോദിച്ചു ഇവനിങ്ങോട്ട് വരട്ടെ? അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത ഒറ്റത്തടിയായി നടക്കുന്ന ഇവന് ഞാൻ എന്റെ മോളെ കൊടുക്ക? അപ്പച്ചി ദേഷ്യത്തിൽ പറയുമ്പോൾ ലച്ചു നിറഞ്ഞ കണ്ണുകളുടെ ഹരിയെ നോക്കി. പൊട്ടി വന്ന കരച്ചിൽ ഉള്ളിൽ ഒതുക്കാൻ കഴിയാതെ അത് കണ്ണുനീരായി അവളെ കവളിലൂടെ ഒലിച്ചിറങ്ങി. ഹരി വിങ്ങി നിറഞ്ഞ മുഖത്തോടെ അപ്പച്ചിയെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യപ്പറ്റില്ലാതെ ഒരാൾ മുന്നിൽ വന്നെന്ന് പറയുമ്പോൾ കേട്ട് നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ മോളെ വെറുതെ തരാന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ട. ഈ സ്വഭാവം തന്നെ ആവില്ലേ മകൾക്കും? സ്വത്തും പണവും സൗന്ദര്യവും ഒന്നുമല്ല മനുഷ്യന് വേണ്ടത്, സമാധാനമാണ്. അതാഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മകളെ കേട്ടുവോ? വല്ല ട്രെയിനിന് തല വെക്കുന്ന അതല്ലേ നല്ലത്? മനസ്സൊന്ന് പിടിവിട്ടു പോയെങ്കിലും ഹരി അപ്പച്ചിയെ നോക്കി സാവകാശത്തിൽ തന്നെ പറഞ്ഞു. ഒന്നും പറയാതെ ഇറങ്ങിപ്പോയാൽ ഉറക്കം വരില്ല. ഇത്രയൊക്കെ പറഞ്ഞ അവരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. ഹരിയുടെ വാക്കുകൾ കേട്ട് അവർക്ക് ചൊറിഞ്ഞു വന്നെങ്കിലും ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാരും കൂടെ ചാടിക്കളിച്ചാൽ എന്ന ചിന്തയിൽ അവർ മിണ്ടാതിരുന്നു. ഏട്ടാ, കയ്യിൽ ഒരു ഗ്ലാസും പിടിച്ചുകൊണ്ട് കരഞ്ഞു നിൽക്കെ ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അവനൊന്ന് മൊത്തി. അവളുടെ നെറ്റിയിൽ നിന്ന് അവൻ മുഖമുയർത്തുമ്പോൾ അവന്റെ കണ്ണുകൾ സങ്കടം കൊണ്ട് ചുവന്ന് കലങ്ങിയിരുന്നു. പോട്ടെ, ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ നേരെ നോക്കിയത് റോഷ്നിയാണ്. അന്ന് ഫോൺ വെച്ചതിൽ പിന്നെ ഒരു മെസ്സേജോ വിളിയൊന്നും ഉണ്ടായിട്ടില്ല. അവളുടെ കണ്ണുകൾ അവന്റെ ചുവന്ന് കയറിയ കണ്ണുകളിലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു.
ഹരി പിന്നെ അവിടെ നിന്നില്ല. അവൻ പുറത്തേക്ക് നടന്നു. പിന്നാലെ ലച്ചുവും നടന്നു. കയ്യിലുള്ള ഗ്ലാസ്സിലെ ചായ അവനോട് കുടിക്കാൻ പറയാൻ പോലും അവൾക്ക് തോന്നിയില്ല. ഹരി കാറിൽ കയറി വണ്ടി തിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി. ലച്ചുവും റോഷനിയും കണ്ണ് നിറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് തിരിഞ്ഞുപോയി. ഏട്ടത്തി! ഹരിയുടെ കാർ കണ്ണിൽ നിന്നും മറിഞ്ഞിട്ടും ആ കാർ പോയ വഴി നോക്കി നിൽക്കുന്ന ലച്ചുവിനെ തോൾ തട്ടി റോഷനി വിളിച്ചു. ഏട്ടന് നല്ല സങ്കടമായിട്ടുണ്ട്. ലച്ചു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറയുമ്പോൾ റോഷനി ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചു. നമുക്ക് ഏട്ടൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പച്ചിക്ക് നല്ല ചീത്ത കിട്ടട്ടെ. റോഷനി സങ്കടവും ദേഷ്യവും നിറഞ്ഞ ഭാവത്തിൽ പറഞ്ഞു. ലച്ചു ഒന്നും മിണ്ടിയില്ല. അപ്പച്ചിക്ക് ഇനി എത്ര ചീത്ത കേട്ടാലും അവരിപ്പോ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരമാവില്ലല്ലോ. എന്റെ ഏട്ടന് ഇനി വിവാഹം തന്നെ ശരിയായില്ലേ കുഞ്ഞി? സങ്കടത്തോടെ ലച്ചു ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ റോഷനി അവളെ നോക്കി നിന്നു. എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ റയാൻഷ് കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ കണ്ണുകൾ ഉമ്മറത്തേക്ക് പോയി. അവിടെ ലച്ചു ഇല്ലെന്ന് കണ്ടതും അവനെ നെറ്റിച്ചുളഞ്ഞു. അവൻ വരുന്ന കാറിന്റെ ശബ്ദം കേട്ടാൽ അവൾ പുറത്തേക്ക് വരേണ്ടതാണ്. കണ്ടില്ല. ശ്രീ എവിടെ? അകത്തേക്ക് കയറുന്ന മുത്തശ്ശിയും സുഭദ്രയും സെറ്റിയിരിക്കുന്നുണ്ട്. അവരെ നോക്കി അവൻ ചോദിച്ചു. റൂമിലാ. സുഭദ്ര ഇത്തിരി ടെൻഷനിൽ അവനെ നോക്കാതെ പറഞ്ഞു. ഈ നേരത്തെ റൂമിൽ ഇരിക്കുന്നത് പതിവില്ലല്ലോ എന്നൊരു ചിന്തയിലാണ് അവൻ മുകളിലേക്ക് നടന്നത്. അമ്മയ്ക്ക് ഏട്ടനോട് വേറെ ഒന്നും പറയാനില്ലേ? സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടക്കുന്ന റയാൻഷ് അവൻ നിൽക്കുന്ന 1-2 സ്റ്റെപ്പിന് മുകളിൽ നിൽക്കുന്ന റോഷനിയെ നോക്കി. അവളെ നോട്ടവും ചോദ്യവും ഒക്കെ താഴെ സെറ്റിൽ ടെൻഷനോടെ ഇരിക്കുന്ന സുഭദ്രയെ നോക്കിയാണ്. റയാൻഷ് മുന്നിലുള്ള സ്റ്റെപ്പുകൾ കയറാതെ സുഭദ്രയെ നോക്കി. എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അതെന്തെന്ന് മാത്രം മനസ്സിലായില്ല. ഈ വീട്ടിൽ അതിനെക്കുറിച്ചൊരു പ്രശ്നം ഉണ്ടാവുണ്ടെന്ന് കരുതി ഏട്ടത്തിയോട് അതിനെക്കുറിച്ച് ഏട്ടനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ ഞാൻ പറയും, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് കത്തിയാ പോലും എനിക്ക് പൊല്ല. കുഞ്ഞി! അവളുടെ വാക്കുകൾ വല്ലാതെ അതിര് കടന്നെന്ന് തോന്നിയപ്പോൾ റയാൻസ് തന്നെയാണ് അവൾക്ക് നേരെ ശബ്ദമുയർത്തിയത്. റോഷനി ദേഷ്യത്തിൽ അവരെന്ന് നോക്കി. എന്താ നിന്റെ പ്രശ്നം? ഇങ്ങനെ ചാടി കളിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായി? ശ്രീ എവിടെ? ശ്രീയുമായി ഈ വീട്ടിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ? റോഷനി സുഭദ്രയോട് ചാടിക്കളിക്കുന്നൊന്നല്ലാതെ അവളായിട്ട് പ്രശ്നമൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൻ ചോദിച്ചു. ഏടത്തെയുമായിട്ടല്ല പ്രശ്നമുണ്ടാക്കിയത്, പക്ഷെ ഏടത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. നീ അതും ഇതും പറയാതെ എന്താ ഉണ്ടായതെന്ന് പറ കുഞ്ഞി. റോഷനി ഇപ്പോഴും കാര്യം പറയുന്നില്ലെന്ന് കണ്ടതും അവന്റെ ക്ഷമ നശിച്ചു തുടങ്ങി. പറയാൻ മാത്രം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കിച്ചു. പിന്നീട് ശബ്ദം കേട്ടപ്പോൾ റയാൻഷ് സ്റ്റെപ്പിൽ നിന്നും തിരിഞ്ഞു നോക്കി. അപ്പച്ചിയാണ്. റയാൻഷ് അവർക്ക് നേരെ തിരിഞ്ഞു. നിന്റെ ഭാര്യയാക്കാൻ അവളുടെ ഏട്ടൻ വന്നിരുന്നു. ഞാൻ ചുമ്മാ തമാശയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. അപ്പ തുടങ്ങിയതാ നിന്റെ പെങ്ങളെന്റെ തല തിന്നാൻ. ഇത്രയ്ക്ക് പൊള്ളാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ല. അപ്പച്ചി എന്ത് തമാശയാണ് പറഞ്ഞത്? അവർ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നും അതിത്തിരി കടുപ്പം കൂടിയതാണെന്നും മനസ്സിലായത് കൊണ്ടാവാം അവന്റെ മുഖം മാറിയത്. തന്തയും തള്ളയും ഇല്ലല്ലോ, മരിച്ചുപോയില്ലേ. ഇനി പെണ്ണ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ചെറുക്കം മാത്രമുള്ളിടത്തേക്ക് നല്ല കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പെൺകുട്ടികളെ കൊടുക്കുവോ? അപ്പച്ചി കൈമലർത്തി പറയുമ്പോൾ റയാൻഷ് കയറി സ്റ്റെപ്പ് ഇറങ്ങി. അവന്റെ കണ്ണിലെ ഞരമ്പുകൾ ചുവന്നു വരുന്നത് അപ്പച്ചി കണ്ടു. റോഷനി സ്റ്റെപ്പ് ഇറങ്ങി വന്നു. അവസാനത്തെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് അവൾ അപ്പച്ചിയെ നോക്കി. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അപ്പച്ചി? അവനെന്റെ അളിയനല്ലേ? അവൻ ഒറ്റയ്ക്കല്ലോ. അവനൊരു പെങ്ങളില്ലേ, ഒരു അളിയനില്ലേ? വല്യച്ഛന്മാരുണ്ട്, വല്യമ്മമാരുണ്ട്, അവർക്ക് മക്കളുമുണ്ട്, അവർക്ക് മക്കളുണ്ട്. അങ്ങനെ ആരൊക്കെയുണ്ട് അവന്? റയാൻഷ് പറയുമ്പോൾ അവന്റെ വാക്കുകളിൽ റോഷനി പ്രതീക്ഷിച്ച ദേഷ്യമുണ്ടായിരുന്നില്ല, സങ്കടമായിരുന്നു അവന്റെ വാക്കുകളിൽ. എന്തിനൊരു ഇടർച്ച? ആരുണ്ടെങ്കിലും അച്ഛനും അമ്മയും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ നോക്കണം അപ്പച്ചി. പിന്നെ നോക്കണ്ടേ? അച്ഛനും അമ്മയും ഇല്ലാത്ത വീട്ടിലേക്ക് ആരെങ്കിലും അവരുടെ മക്കളെ കെട്ടിച്ചയക്കോ? അപ്പച്ചി ചോടിയോടെ ചോദിച്ചു. അതിനെ കാണാൻ റയാൻഷിന്റെ തണുപ്പൻ പ്രതികരണം തന്നെയായിരുന്നു. റോഷനിയുടെ ദേഷ്യം പോലും അവനിൽ ഉണ്ടായിരുന്നില്ല, ആകെ ഒരു തണുത്ത പ്രതികരണം. അപ്പോ അപ്പച്ചിയുടെ മക്കളെ കെട്ടിച്ചയച്ചപ്പോഴും ആളുകൾ ഇതൊക്കെ നോക്കും അല്ലേ? റയാൻഷ് ചോദിക്കുമ്പോൾ അപ്പച്ചി അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ എന്തോ കടുത്ത വാക്കുകൾ പറയാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. അച്ഛനില്ലാത്ത പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചി എന്ത് ചെയ്യും? അപ്പച്ചിയുടെ മക്കൾക്ക് അച്ഛനില്ലല്ലോ, നിങ്ങൾക്ക് വീടില്ലല്ലോ. എല്ലാം തലയിലാകുമെന്ന് കരുതി നിങ്ങളുടെ മക്കളെ ആരും കെട്ടിക്കൊണ്ടു പോവാതിരുന്നാലോ? കിച്ചു! മുത്തശ്ശി വിളിച്ചതും റയാൻഷ് കത്തുന്ന കണ്ണുകളോടെ അവരിന്ന് തിരിഞ്ഞു നോക്കി. എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ മുത്തശ്ശി. എന്തിനിങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാം കൊണ്ടും തികഞ്ഞവരാണോ എന്നാലോചിക്കണ്ടേ? വേണ്ടേ? റയാൻഷ് മുത്തശ്ശി നോക്കി പറഞ്ഞത് നേരെ നോക്കിയത് അപ്പച്ചിയുടെ മുഖത്തേക്കാണ്. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. വേണം കരുതി പറഞ്ഞതല്ല അപ്പച്ചി. അപ്പച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എല്ലാവർക്കും വേദനിക്കും. മനസ്സിനെ കുത്തി മുറിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ എല്ലാവർക്കും വേദനിക്കും. ആ വേദനയുടെ ആഴം മനസ്സിലായില്ലേ? ഇനി അവനെ കാണുമ്പോൾ ഇതുപോലെയുള്ള വാക്കുകൾ പറയരുത്. പറഞ്ഞാൽ ഇതിലും കടുത്ത വാക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്കുള്ള മറുപടി തരും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്.
അപ്പച്ചിയുടെ മുഖത്തേക്ക് നോക്കി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ചിരിയോടെ നിൽക്കുന്ന റോഷ്നി അവനൊന്ന് നോക്കി. നിന്റെ മുന്നിൽ വെച്ചാണോ ഇവരിങ്ങനെ അവനോട് പറഞ്ഞത്? ഞാൻ കേട്ടോണ്ട് വന്നു. അത് പറയുമ്പോൾ അവൾ അപ്പച്ചിയൊന്ന് നോക്കി. ഹരിയുടെ സങ്കടം നിറഞ്ഞ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? പറയുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഹരിയേട്ടൻ ഇറങ്ങിപ്പോയപ്പോ ഞാനും ഏട്ടത്തിന്റെ കൂടെ പിന്നാലെ പോയി. പിന്നെ അപ്പച്ചി എന്തെങ്കിലും പറയാൻ കിട്ടിയില്ല. ഏട്ടൻ വരട്ടേന്ന് കരുതി. പോയി റെഡി വാ, ഒന്ന് ഹരിയുടെ അടുത്ത് പോയിട്ട് വരാം. സ്റ്റെപ്പ് കയറുമ്പോൾ റോഷനെ നോക്കി റയാൻഷ് പറയുമ്പോൾ അവൾ വേണോ വേണ്ടെന്ന രീതിയിൽ നിന്നും. പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അവളെ ആ നിൽപ്പ് കണ്ട റയാൻഷ് പറഞ്ഞതും റോഷനി തലയാട്ടി മുകളിലേക്ക് നടന്നു. റയാൻഷ് മുകളിലേക്ക് നടക്കുമ്പോൾ സുഭദ്ര ഒന്ന് നോക്കി. ഇതിനെക്കുറിച്ച് ഇനിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഇതോടെ ഈ പ്രശ്നം ഇവിടെ തീർന്നു. അമ്മ ഇനി അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. റയൻ സുഭദ്രയെ നോക്കി പറയുമ്പോൾ അവിടെ തല കുനിഞ്ഞു. ഇതുപോലെ ഒരു വാക്ക് തർക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നത്. റയാൻഷിനോട് പറയരുതെന്ന് ലച്ചുവിനോട് പറഞ്ഞതുപോലെ അവൻ ഇതുപോലെ മനസ്സിൽ കുത്തിക്കയറുന്ന വല്ല വാക്കുകളും പറഞ്ഞു കളയുമെന്ന് സുഭദ്രയ്ക്കും ഉറപ്പുണ്ടായിരുന്നു. ശ്രീ ബെഡിൽ കമിഴ്ന്ന് കിടന്നവൾ റയാൻഷിന്റെ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി. അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ നിറഞ്ഞു. ഏട്ടൻ. ബെഡിൽ എഴുന്നേറ്റിരുന്ന ഒരു തേങ്ങലോടെ അവൾ പറയുമ്പോൾ റയാൻഷ് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. കരയണ്ട, ഫ്രഷായി വാ, നമുക്കൊന്ന് ഹരിയുടെ അടുത്തേക്ക് പോയിട്ട് വരാം. റയാൻഷ് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു പറയുമ്പോൾ അവൾ തലയാട്ടി ബാത്റൂമിലേക്ക് നടന്നു. റയാൻഷ് അവൾ ബാത്റൂമിൽ പോതത്ത് നോക്കിക്കൊണ്ട് ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചു മാറ്റി.